നമസ്കാരം. എസ് ക്ലാസ്സിലേക്കും ഫിലിം സ്റ്റഡീസ് എന്ന പേപ്പറുമായി ബന്ധപ്പെട്ട മറ്റൊരു സെഷനിലേക്കും എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ സിലബസിലുള്ള മൂന്നാമത്തെ മൊഡ്യൂളിന്റെ ആദ്യത്തെ ഭാഗമാണ് ഈ വീഡിയോ ലെസണിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനു മുൻപേ ഉള്ള 2 മൊഡ്യൂൾസുമായി ബന്ധപ്പെട്ട വീഡിയോ ലെസൺസ് എന്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫിലിം സ്റ്റഡീസ് പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് കാണാവുന്നതാണ്. ലിറ്ററേച്ചർ ആൻഡ് ഫിലിം എന്നുള്ളതാണ് ഈ ഒരു മൊഡ്യൂളിന്റെ ടൈറ്റിൽ. ഞാൻ പറയും, വളരെ മനോഹരമായിട്ട് തന്നെയാണ് നിങ്ങളുടെ ഫിലിം സ്റ്റഡീസിലെ സിലബസിനെ ഒരുക്കിയിരിക്കുന്നത്, അതിലെ കോണ്ടന്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ മൊഡ്യൂളിലൂടെ സിനിമ പൊതുവെ എന്താണെന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് ലഭിച്ചു. സിനിമ വളർന്നു വന്ന പല ഘട്ടങ്ങളെയും പല പ്രസ്ഥാനങ്ങളെയും നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് തന്നെ രണ്ടാമത്തെ മൊഡ്യൂളിലൂടെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിനെ പറ്റി നമ്മൾ വായിച്ചറിഞ്ഞു. ഇനി നമ്മൾ കേരളീയരായതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിന്റെ അവസാനത്തെ ഭാഗത്തിലൂടെ മലയാള സിനിമയുടെ ഒരു ചരിത്രവും ഇന്ന് ഏത് തലത്തിൽ അത് എത്തി നിൽക്കുന്നു എന്നുള്ളതിനെ പറ്റിയൊരു വിവരണമൊക്കെ നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളിലൂടെ ലഭിച്ചു. ഇനി നിങ്ങൾ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ തിരഞ്ഞെടുത്തിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ ലിറ്ററേച്ചറുമായിട്ടുള്ള ബന്ധം, സിനിമക്കുള്ള ബന്ധം അറിയേണ്ടതും അത്യാവശ്യമാണ്. അത്തരത്തിലുള്ള കുറെ വിഷയങ്ങളാണ്, വിവരങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത്. നോക്കി എന്ത് കൃത്യമായിട്ടാണ്, എന്ത് മനോഹരമായിട്ടാണ് നിങ്ങളുടെ സിലബസിലെ കോണ്ടന്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ശരിക്കും ഒരു ബേസ് കിട്ടുന്നത് പോലെ തന്നെയാണ് ഫിലിം സ്റ്റഡീസിന്റെ സിലബസ് കേരള യൂണിവേഴ്സിറ്റി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് തേർഡ് മൊഡ്യൂളിന്റെ ഫസ്റ്റ് പാർട്ടിലേക്ക് പോവാം. ഒരിക്കൽ കൂടെ SJ's ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ സിലബസിലുള്ള മൂന്നാമത്തെ മൊഡ്യൂളിലുള്ള കോണ്ടന്റ്സ് ഇൻട്രൊഡ്യൂസിംഗ് ഫിലിം സ്റ്റഡീസ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ 6ാമത്തെ ചാപ്റ്ററിലാണ് വരുന്നത്. അതുകൊണ്ട് ഈ ഒരു മൊഡ്യൂൾ പഠിപ്പിക്കുന്നതിനായി 6ാമത്തെ ചാപ്റ്റർ ആയിരിക്കും ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായും 4 വിഷയങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ലിറ്റററി ലാംഗ്വേജ് ആൻഡ് ഫിലിം ലാംഗ്വേജ്, അഡാപ്റ്റേഷൻ ആൻഡ് നോഷൻസ് ഓഫ് ഫിഡലിറ്റി, നറേറ്റീവ് സ്ട്രക്ചർ ആൻഡ് സ്ട്രാറ്റജീസ് ഇൻ ഫിലിം ആൻഡ് ഫിക്ഷൻ. ഇതിൽ ആദ്യത്തെ 2 ടോപ്പിക്സ് മാത്രമാണ് ഈ വീഡിയോ ലെസണിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. തുടക്കം തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്, സിനിമയും സാഹിത്യവും തമ്മിലൊരു ബന്ധത്തിനെ പറ്റി. അതിനുശേഷം ലിറ്റററി ലാംഗ്വേജ് ആൻഡ് ഫിലിം ലാംഗ്വേജിലേക്ക് പോകുന്നു. സിമിലാരിറ്റിയും ഡിഫറൻസും എല്ലാം അവിടെ ചർച്ച ചെയ്യുന്നു. അതിനുശേഷം അഡാപ്റ്റേഷൻ. നിങ്ങൾക്കറിയാം, നോവലുകളെ സിനിമയാക്കപ്പെടാറുണ്ട്. ഇനി ഒരു തെറ്റായ കാഴ്ചപ്പാടുണ്ട്, നോവലിനെ മാത്രമാണ് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞ രീതിയിലൂടെ സിനിമയാക്കപ്പെടുന്നത് എന്നുള്ളത്. അതൊരു തെറ്റിദ്ധാരണയാണ്. ചിലപ്പോൾ ഒരു ന്യൂസ് റിപ്പോർട്ടായിരിക്കാം സിനിമയാക്കപ്പെടുന്നത്, ചിലപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ ഇവന്റ് ആയിരിക്കാം സിനിമയാക്കപ്പെടുന്നത്. അങ്ങനെ പല തരത്തിലുള്ള മാറ്റങ്ങൾ, അഡാപ്റ്റേഷൻസ് നമുക്ക് ഈ ഒരു വിഷയത്തിന്റെ കീഴിൽ പഠിക്കുവാനായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഇൻട്രൊഡക്ടറി പാർട്ട് ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, സിനിമയും സാഹിത്യവും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഈ മൊഡ്യൂളിന്റെ ആദ്യത്തെ ഭാഗത്ത് ചർച്ച ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ആ ഒരു ബന്ധത്തിനേക്കാൾ ഉപരി എങ്ങനെയാണ് സാഹിത്യം സിനിമയെ വളരുവാൻ സഹായിച്ചത്, അതാണ് നമ്മൾ ഇതിന്റെ ഇൻട്രൊഡക്ടറി പാർട്ടിൽ വായിച്ച് മനസ്സിലാക്കുവാൻ പോകുന്നത്. സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് ഞാൻ PPT ആയി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്കൊരു പക്ഷേ സംശയം ഉണ്ടായിരിക്കും, എങ്ങനെയാണ് എന്റെ വീഡിയോ ലെസൺസ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. നിങ്ങൾ ഈ വീഡിയോ ലെസൺ കാണുമ്പോൾ ഒരു ബുക്ക് തുറന്നു വെക്കുക, ഒരു പേപ്പർ എടുത്തു വെച്ചേക്കുക. ഈ PPTയിൽ കാണുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് സെന്റൻസുകളായോ ഇല്ലെങ്കിൽ ബുള്ളറ്റഡ് പോയിന്റ്സ് ആയോ നിങ്ങൾ കുറിച്ചെടുക്കുക. അങ്ങനെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നിങ്ങൾക്ക് ലഭിക്കും. അതിനെല്ലാം കൂടെ ചേർത്ത് നിങ്ങൾ ഒരു എസ്സേ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അവസാനം നിങ്ങൾക്ക് കുറച്ച് എസ്സേസ് മാത്രമേ പഠിക്കേണ്ടതായിട്ട് വരികയുള്ളൂ. പക്ഷെ ആ എസ്സേസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം, 4 മാർക്സിനും 2 മാർക്സിനും ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ഇമ്പോർട്ടന്റ് പോയിന്റ്സും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് പോലും നമുക്ക് ഇതിൽ നിന്ന് അറ്റൻഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇത്തരത്തിൽ എന്റെ വീഡിയോ ലെസൺസിനെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അതിന്റെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഫിലിം is a complex art form and a cultural institution. But in the beginning, cinema was considered as a bastard art. അപ്പൊ നമ്മൾ സാധാരണമായി ബാസ്റ്റേർഡ് എന്ന് വിളിക്കുന്ന ആ ഒരു അർത്ഥമല്ല, അല്ലെങ്കിൽ ആ ഒരു വാക്കിന് നമ്മൾ സാധാരണമായി കൊടുക്കുന്ന അർത്ഥമല്ല ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ് വാസ് കൺസിഡേർഡ് ആസ് ആൻ ഇൻഫീരിയർ ആർട്ട്. വിലയില്ലാത്ത, മൂല്യമില്ലാത്ത ഒരു കലാരൂപമായിട്ടാണ് ഇതിനെ തുടക്ക കാലഘട്ടങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. അതിനൊരു കലാരൂപമായിട്ട് പോലും പലരും അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. അതൊക്കെയാണ് ഇനിയുള്ള വരികളിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കാൻ പോകുന്നത്.
Moreover, there was a time when academies and art theories were unwilling to grant the title of art to celluloid productions. എന്നർത്ഥ പറഞ്ഞ കാര്യമാണ്. And it was never approached with the scholarly method which has been applied to other arts and humanities disciplines. അപ്പോൾ മറ്റ് വിഷയങ്ങൾക്ക് ഹ്യൂമാനിറ്റീസിലും ആർട്സിലുമുള്ള മറ്റ് വിഷയങ്ങൾക്ക് കൊടുക്കുന്ന പരിഗണന ഈ പറഞ്ഞ സെല്ലുലോയിഡ് പ്രൊഡക്ഷൻസിന്, സിനിമയുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ സിനിമ എന്ന് പറഞ്ഞ ലോകത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങൾക്ക് കലാരൂപങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് തയ്യാറല്ലായിരുന്നു. As filmmaking was regarded as a lowly form of mechanical production of reality, critics refused to believe that cinema could ever become a genuine art. This was particularly the case during the early years in the history of cinema. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തിനാണ് പറഞ്ഞിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പറഞ്ഞതിന് ശേഷമാണ് എങ്ങനെയാണ് സാഹിത്യം സിനിമയെ വളരുവാൻ സഹായിച്ചത് എന്നുള്ള കാര്യം പറയുവാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥ തുടക്ക കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന സിനിമയുടെ അവസ്ഥ മനസ്സിലാക്കിയാൽ മാത്രമേ ലിറ്ററേച്ചർ എത്രത്തോളം സിനിമയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിനാണ് അതിന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഞാൻ പറഞ്ഞ കാര്യം എങ്ങനെയാണ് സിനിമ അല്ലെങ്കിൽ സാഹിത്യം സിനിമയെ വളരുവാൻ സഹായിച്ചത് ആ ഒരു കാര്യം വായിച്ച് മനസ്സിലാക്കാം. Since its beginning, adaptations of novels have constituted a significant amount of cinema's output. When cinema was not allowed the status of an art form, with adaptation of literary works into film and the consequent transference of some of literature's acceptability, film also gradually gained the status and attention usually accorded to art. അപ്പോൾ തുടക്ക കാലഘട്ടങ്ങളിൽ വളരെ അധപ്പതിച്ച ഒരു സ്ഥിതിയാണ് സിനിമക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ലിറ്ററേച്ചറിലുള്ള കാര്യങ്ങൾ സിനിമയിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ, അതായത് ഒരു പക്ഷേ നോവൽസിന്റെ അഡാപ്റ്റേഷൻ ആയിരിക്കാം, ചില ഷോർട്ട് സ്റ്റോറീസിന്റെ അഡാപ്റ്റേഷൻ ആയിരിക്കാം, ലിറ്ററേച്ചർ ഉണ്ടായിരുന്ന കാര്യമെല്ലാം സിനിമയിലേക്ക് വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സിനിമക്ക് കുറേശ്ശെ അതിന്റെ മൂല്യം വർദ്ധിച്ചു വന്നു എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ഈ നമ്മുടെ ഈ പ്രസന്റ് ടൈം പീരീഡിൽ സിനിമ എത്തി നിൽക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ഇവിടെ ഒന്ന് വിവരിച്ചിട്ടുണ്ട്. നമുക്ക് വായിച്ചു നോക്കാം. In recent decades, film has gained legitimacy to the point that film studies is now a core area in many humanities departments and an increasingly popular field of study. ഇപ്പൊ തുടക്ക കാലഘട്ടങ്ങളിൽ ഹ്യൂമാനിറ്റീസുമായി ബന്ധപ്പെട്ട ആർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകൾക്കും വളരെയധികം ഒരു വില കൊടുത്തിരുന്നെങ്കിലും സിനിമക്ക് ആ ഒരു വില അല്ലെങ്കിൽ അതൊരു മൂല്യമുള്ള ഒരു കാര്യമായി കണ്ടിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഫിലിം സ്റ്റഡീസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയെ മാറിക്കഴിഞ്ഞു. ഹ്യൂമാനിറ്റീസിലെ മറ്റ് വിഷയങ്ങളെ പോലെ തന്നെ മറ്റ് സബ്ജക്ട്സുകളെ പോലെ തന്നെ ഒരു ഈക്വൽ സ്റ്റേറ്റസ് ഫിലിം സ്റ്റഡീസിന് ലഭിക്കുവാനായിട്ട് തുടങ്ങി. അപ്പൊ പൊതുവെ നമ്മുടെ സമൂഹത്തിൽ മുഴുവനും അത്തരത്തിലുള്ള ഒരു ആക്സെപ്റ്റൻസ് സിനിമക്ക് കിട്ടുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. അതാണ് പറഞ്ഞിരിക്കുന്നത്. With respect to adaptation studies, several literature and media studies departments and universities offer courses on film adaptation. അപ്പോൾ ഫിലിം സ്റ്റഡീസിന് നോക്കി ഏത് തരത്തിലുള്ള ഒരു ആക്സെപ്റ്റൻസ് ആണ് ഈ പറഞ്ഞ അക്കാഡമിക് സർക്കിളിലും നമ്മുടെ സൊസൈറ്റിയിലും ഒക്കെ ലഭിച്ചത് എന്നുള്ളത് അതിനെ ചൂണ്ടിക്കാണിക്കുവാനാണ് ചില സെന്റൻസുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. Recognizing its distinction, Academy Awards confers a separate award for adapted screenplays, distinguishing them from the original ones. ഇപ്പൊ അഡാപ്റ്റേഷന്റെ ഒരു പ്രസക്തി കൂടെയാണ് അവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ലിറ്ററേച്ചറിനെയും സിനിമയും നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ലിങ്ക് ആണ് ഈ പറഞ്ഞ അഡാപ്റ്റേഷൻ എന്നുള്ളത്. സ്ക്രീൻ പ്ലേ എന്താണെന്ന് അറിയാലല്ലേ, എ സ്ക്രിപ്റ്റ് ഫോർ എ ഫിലിം ഇൻക്ലൂഡിംഗ് ഡയലോഗ്സ് ആൻഡ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ക്യാരക്ടേഴ്സ്, അതിനാണ് നമ്മൾ സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത്. അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് നോവലുകളെ ഈ പറഞ്ഞ സിനിമയാക്കുന്നതിനായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ ആ ഒരു നോവലിന് വരുത്തുന്നു, അതിന്റെ സ്ക്രീൻ പ്ലേ ആക്കി മാറ്റുന്നു. അതിനെയാണ് നമ്മൾ അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു പ്രത്യേകം അവാർഡ് വരെ ഈ പറഞ്ഞ അക്കാഡമീസ് കൊടുക്കാറുണ്ട്. അപ്പൊ അതിനെ ഒരു അംഗീകാരമാണ്, അതായത് ലിറ്ററേച്ചറിന് സിനിമ കൊടുക്കുന്ന ഒരു അംഗീകാരമാണ്, സിനിമയെ വളരാൻ സഹായിച്ചതിന് ലിറ്ററേച്ചറിന് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ്. പലതരത്തിൽ അതിനെ ഒരു അക്നോളജ്മെന്റ് ആയിട്ടും നമുക്ക് ഒരു ഈ പറഞ്ഞ അംഗീകാരമായിട്ടൊക്കെ മനസ്സിലാക്കാം. അപ്പൊ ഇതോടെ ഇൻട്രൊഡക്ടറി പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ആദ്യത്തെ ടോപ്പിക്കായ ലിറ്റററി ലാംഗ്വേജ് ആൻഡ് ഫിലിം ലാംഗ്വേജിലേക്ക് പോകാൻ പോവുകയാണ്. തുടക്കം തന്നെ ഫിലിമും നോവലും ഏത് തരത്തിലാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതിനെപ്പറ്റിയുള്ള വിവരണമാണ് തുടക്കത്തിൽ തന്നെ ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഫിലിം ആൻഡ് ലിറ്ററേച്ചർ ഹാവ് കോമൺ ഇന്റൻഷൻ. One may make us see visually through the eye and the other imaginatively through the mind. അപ്പൊ ഇത് രണ്ടും ഏതാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ദാറ്റ് ആർട്ട് ഫോം വിച്ച് മേക്ക് us see visually, അത് സിനിമയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ അതർ ആർട്ട് ഫോം വിച്ച് മേക്സ് us see things imaginatively, അത് നോവലുകളെ പറ്റിയാണ് അല്ലെങ്കിൽ ലിറ്ററേച്ചറിനെ പറ്റിയാണ് പൊതുവെ പറഞ്ഞിരിക്കുന്നത്. While literature is absorbed through the mind's eye, film directly engages various senses. അപ്പൊ ഈ ഫിലിം ആൻഡ് നോവൽ എക്സ്പീരിയൻസ് അതിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
എങ്ങനെയാണ് നമ്മൾ ഫിലിം എക്സ്പീരിയൻസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ നോവൽ അല്ലെങ്കിൽ ലിറ്ററേച്ചറിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അത് തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. Both literature and films spectatorship constitute a purely mental events. But novels are not literally seen through lenses, projected on wide screens, or heard in sounds measurable in decibels, sounds which can break glass or damage eardrums. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസം കൂടെയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് പലപ്പോഴും നമ്മൾ ഒരു ലെൻസിലൂടെ പ്രൊജക്ട് ചെയ്താണ് നമ്മൾ കാണുന്നത്, നമ്മൾ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നു അതിനോടൊപ്പം തന്നെ. അപ്പൊ ഇതൊന്നും നോവലിൽ നടക്കാത്തൊരു കാര്യമാണ്. നോവലിൽ പൂർണ്ണമായും നമ്മൾ കാണുന്ന വാക്കുകളെ നമ്മളുടെ ഇമാജിനേറ്റീവ് പവർ ഉപയോഗിച്ച് അതിനെ ഒന്ന് കൺവേർട്ട് ചെയ്തെടുക്കുന്നതാണ് ചെയ്യാറുള്ളത്. പക്ഷെ സിനിമ എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വളരെ കൃത്യമായി നമ്മൾ കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്നു. Films are more directly implicated in bodily responses than novels. Reading a book about a dance performance does not necessarily make us want to dance, but actually seeing a performance means as we feel a part of it. അപ്പോൾ അതിന്റെ ഒരു ഇമ്പാക്റ്റിനെ പറ്റി കൂടെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു നോവൽ വായിക്കുമ്പോൾ അതിനകത്തൊരു ഡാൻസ് സീക്വൻസിനെ പറ്റിയാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമുക്ക് ഡാൻസ് ചെയ്യണം എന്നൊരു തോന്നലുണ്ടാണോ നിർബന്ധമില്ല. പക്ഷെ ഒരു സിനിമയിലാണെങ്കിൽ ഒരുപക്ഷെ സംഭവിക്കാറുണ്ട്. നമ്മുടെ തിയേറ്ററുകളെല്ലാം ഇപ്പോൾ തുറന്നു കഴിഞ്ഞു. ഇപ്പൊ തിയേറ്ററിലെല്ലാം പണ്ടുണ്ടായ പ്രതിഭാസമായിരുന്നു, പ്രധാനപ്പെട്ട നായകൻ വരുമ്പോഴത്തേക്ക് ഇല്ലെങ്കിൽ നായകൻ ഡാൻസ് കളിക്കുമ്പോഴത്തേക്ക് അവരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് ഡാൻസ് കളിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ തിയേറ്റേഴ്സിൽ നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒരു നോവൽ വായിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ എഴുന്നേറ്റ് ഡാൻസ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. അത്തരത്തിലൊരു എക്സാമ്പിളും കൂടെ നമുക്ക് തന്നിരിക്കുകയാണ് ഈ രണ്ട് എക്സ്പീരിയൻസിനെ നമ്മളൊന്ന് വേർതിരിച്ച് കാണിക്കുവാനായിട്ട്. ഇനി സിനിമ ലാംഗ്വേജും ലിറ്റററി ലാംഗ്വേജും തമ്മിലുള്ള വ്യത്യാസവും സിമിലാരിറ്റീസ് എല്ലാം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. A language, by definition, is a semiotic process through which thought may be conveyed. Semiotic എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ semiotics എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് സയൻസ്. ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് സയൻസ് ആൻഡ് സിമ്പിൾസ് അല്ലെ. ഇപ്പൊ ABCD പോലുള്ള അതിനൊരു സിമ്പിൾ ആയിട്ട് ഒരു സൈൻ ആയിട്ടൊക്കെ നമുക്ക് കണക്കാക്കാമെങ്കിൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സയൻസിന്റെ സിമ്പിൾസിന്റെ ഒക്കെ ഒരു പഠനമായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പൊ സെമിയോട്ടിക്സിന്റെ കീഴിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ കൊണ്ടുവരാവുന്നതാണ്. പൊതുവെ ലാംഗ്വേജിനെ പഠിക്കുന്ന സയൻസിലെ ലിംഗ്വിസ്റ്റിക്സ് എന്നാണ് പറയുന്നത്. പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ സെമിയോട്ടിക് ആസ്പെക്ട് ആണ് അതിനെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. The language of cinema and the language of literature use two different modes of expression. In this sense, literary language is a set of messages whose means of expression is in writing. അപ്പൊ ലിറ്റററി ലാംഗ്വേജ് എങ്ങനെയാണ് നമ്മുടെ മുൻപിലേക്ക് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് തരത്തിലാണ് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ത്രൂ ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ്. On the other hand, cinematic language is a set of messages whose means of expression consists of 5 tracks or channels. ഇപ്പൊ റൈറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു എക്സ്പ്രസീവ് മീഡിയം മാത്രമേ ലിറ്ററേച്ചറിനുള്ളെങ്കിൽ സിനിമക്ക് അങ്ങനെയല്ല. It has 5 tracks or channels. എന്തൊക്കെയാണ്? മൂവിംഗ് ഫോട്ടോഗ്രാഫിക് ഇമേജ്, റെക്കോർഡഡ് ഫോണറ്റിക് സൗണ്ട്, റെക്കോർഡഡ് നോയ്സസ്, റെക്കോർഡഡ് മ്യൂസിക്കൽ സൗണ്ട് ആൻഡ് റൈറ്റിംഗ്. ഇവിടെ റൈറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ആസ്പെക്ട് മാത്രമാണ് സിനിമയുടെ ലോകത്ത്. മറ്റ് 4 കാര്യങ്ങളും കൂടെ സിനിമയിൽ വരുന്നു. എന്തൊക്കെയാണ്? മൂവിംഗ് ഫോട്ടോഗ്രാഫിക് ഇമേജ്, റെക്കോർഡഡ് ഫോണറ്റിക് സൗണ്ട്, റെക്കോർഡഡ് നോയ്സസ്, റെക്കോർഡ് മ്യൂസിക്കൽ സൗണ്ട്. അങ്ങനെയാണ് 4 കാര്യങ്ങളും കൂടെ ഈ റൈറ്റിംഗ് എന്ന് പറഞ്ഞ കാര്യത്തിന്റെ കൂടെ ചേരുന്നു. ഇപ്പൊ സിനിമ ലാംഗ്വേജും നോവൽ ലാംഗ്വേജും അല്ലെങ്കിൽ ലിറ്റററി ലാംഗ്വേജും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഇത് തന്നെയാണ്. ആ മോഡ്സ് ഓഫ് എക്സ്പ്രഷൻ ദേ ആർ ഡിഫറെന്റ്. The cinema is a language in the sense that it is a technico-sensorial unity graspable in perceptual experience. ടെക്നിക്കോ സെൻസോറിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് 2 വാക്കുകളുടെ ഒരു കോമ്പിനേഷൻ ആണ്, ഒരു കോമ്പൗണ്ട് വേർഡ് പോലെ നമുക്ക് കാണാം. ഒരുപക്ഷെ നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വേർഡ് ഉള്ളതായിട്ട് പോലും കാണത്തില്ല. ഈ ഒരു പ്രത്യേകമായിട്ടുള്ള കോണ്ടെക്സ്റ്റിലാണ് ഈ വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്, ടെക്നിക്കോ സെൻസോറിയൽ, വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് ടെക്നിക്കൽ ആൻഡ് ഇറ്റ് ഈസ് അപ്പീലിംഗ് ടു ദ സെൻസസ് അറ്റ് ദ സെയിം ടൈം. ഇപ്പൊ നോവൽ വായിക്കുമ്പോൾ നമ്മൾ സെൻസസ് ഉപയോഗിച്ച് നമ്മൾ അതിനെ ഗ്രാസ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ സിനിമയുടെ ലോകത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ടെക്നിക്സും ഒക്കെ ഇൻവോൾവ് ആണ്. അതാണ് ഈ പറഞ്ഞ ഈ റെക്കോർഡ് സൗണ്ടിലും ഈ പറഞ്ഞ പ്രൊജക്ഷനിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. So it consists of a technico-sensorial unity. Raymond Bello points out the differences of these two media in this way. Raymond Bello എന്ന് പറയുന്നത്, he's a French scholar and he is one of the initial theorist in film studies. അദ്ദേഹം ഈ 2 മാധ്യമങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇത്തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. The film text, unlike the literary text, is not quotable. Whereas literature and literary criticism share the same medium, film and film analysis do not. അപ്പോൾ കുറച്ച് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, കുറച്ച്
വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് സിനിമ എന്ന് പറഞ്ഞ മാധ്യമത്തിലുള്ളതും സാഹിത്യം എന്ന് പറഞ്ഞ മാധ്യമത്തിലുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഇവിടെ റേമണ്ട് ബെല്ലു പറഞ്ഞിരിക്കുന്നത്. ഹി സേസ് ദാറ്റ് the film text, unlike the literary text, is not quotable, something which you cannot quote. ലിറ്ററേച്ചറും ലിറ്റററി ക്രിറ്റിസിസവും ഒരേ ഒരു തലത്തിലാണ് നിൽക്കുന്നതെങ്കിലും സിനിമയെ ബന്ധപ്പെട്ട പഠനങ്ങളും അങ്ങനെ ഒരേ തലത്തിലല്ല നിൽക്കുന്നത്. എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുന്നത് നോക്കാം. While the film medium entails 5 tracks, which are image, dialogue, noise, music, written material, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു തന്നെയാണ്. While the film medium entails 5 tracks, the analysis of film consists of a single track, words. അപ്പൊ ഇങ്ങനൊരു വ്യത്യാസം ഫിലിമും ഫിലിം അനാലിസിസും തമ്മിൽ ഉണ്ടെന്നുള്ളതാണ്. ഫിലിമിൽ ഈ ഒരു 5 കാര്യങ്ങൾ വരുമെങ്കിൽ, ഈ ഒരു 5 ട്രാക്ക് അല്ലെങ്കിൽ 5 ചാനലുകൾ വരുമെങ്കിലും ഫിലിം അനാലിസിസിൽ ഒറ്റൊരു കാര്യം മാത്രമേ എടുക്കാറുള്ളൂ, വേർഡ്സ് എന്ന് പറഞ്ഞ കാര്യം. പക്ഷെ ഒരു വ്യത്യാസമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്, റേമണ്ട് ബെല്ലോ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്, ലിറ്ററേച്ചറും ലിറ്റററി ക്രിറ്റിസിസവും ഏറെക്കുറെ ഒരേ പ്രതലത്തിൽ ഒരേ തലത്തിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇങ്ങനൊരു വ്യത്യാസം ഫിലിമും ഫിലിം അനാലിസിസും അല്ലെങ്കിൽ ഫിലിം സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണാറുണ്ട്. Critical language is therefore inadequate to its object. The film always escapes the language that attempts to constitute it. ഇതെല്ലാം റേമണ്ട് ബെല്ലൂറിന്റെ ആശയങ്ങൾ തന്നെയാണ്. അദ്ദേഹം പറയുന്നത് നമ്മൾ വളരെ കൃത്യമായി ഇതിനെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് നടക്കാതെ പോകും. കാരണം സിനിമ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഈ 5 കാര്യങ്ങളാലും സിനിമയുടെ പഠനം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഈ ഒരൊറ്റ കാര്യത്താലും ആണ്. Meaning production take place in the interrelationship of different codes used in the performance. While literary language selects and combines phonemes and morphemes to form sentences, film selects and combines images and sounds to form syntax. ഇങ്ങനെ ഒരു പുതിയൊരു ടേമും കൂടെ നിങ്ങൾ ഈ ഒരു ഭാഗത്തിലൂടെ മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. പക്ഷേ 1 മാർക്ക് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ലിറ്റററി ലാംഗ്വേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫോണീമിനെ മോർഫീമിനെ ഒക്കെയാണ് കമ്പൈൻ ചെയ്ത് അതിന്റെ ഒരു നറേറ്റീവ് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. ഫോണീം എന്താണ്? സ്മോളസ്റ്റ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ യൂണിറ്റിനെയാണ് നമ്മൾ ഫോണീം എന്ന് പറയുന്നത്. ഇപ്പൊ കാറ്റ് എന്ന് പറഞ്ഞ വേർഡിൽ ക, ഈ 3 ഫോണീംസ് ഉണ്ടെന്ന് പറയാം. ഇനി മോർഫീം എന്താണ്? സ്മോളസ്റ്റ് മീനിങ് ഫുൾ യൂണിറ്റിനാണ് നമ്മൾ മോർഫീം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഹെൽപ്ലെസ് എന്ന് പറഞ്ഞൊരു വേർഡിൽ ഹെൽപ്പ് എന്നുള്ളതാണ് സ്മോളസ്റ്റ് മീനിങ് ഫുൾ യൂണിറ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഫോണീംസിനെ മോർഫീംസിനെ കമ്പൈൻ ചെയ്താണ് ലിറ്റററി ലാംഗ്വേജിലൂടെ ഒരു നറേറ്റീവ് പുറത്തു വരുന്നത്. പക്ഷെ സിനിമയിലോ, സിനിമ സെലക്ട്സ് ഇമേജസ്, certain images as well as sounds and they combine into syntax. syntags നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ കാണാം. സിൻടാംസ് ആണ് ഫോം ചെയ്യുന്നത്. So film selects and combines images and sounds to form syntax, units of narrative autonomy in which elements interact semantically. അപ്പൊ ഇവിടെ ഒരു സ്മോളസ്റ്റ് മീനിങ് ഫുൾ യൂണിറ്റ് ആയിട്ട് നമുക്ക് സിനിമയിലുള്ള ഒരു സ്മോളസ്റ്റ് മീനിങ് ഫുൾ യൂണിറ്റ് ആയിട്ട് സിൻടാക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ മനസ്സിലാക്കാം. ഇത് തമ്മിലുള്ള ബന്ധമാണ് സിനിമയുടെ അർത്ഥം നമുക്ക് പറഞ്ഞു തരുന്നത് എന്നുള്ളതാണ്. അപ്പൊ സിൻറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്ക് മോറലെസ് ഒരു പെർട്ടിക്കുലർ ഇമേജിനെ, ഒരു പെർട്ടിക്കുലർ സ്റ്റില്ലിനെ അതുമായിട്ട് ബന്ധപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് സ്റ്റിൽസുമായിട്ട് ബന്ധപ്പെട്ട സൗണ്ടിനെ എല്ലാം കൂടെ ചേർത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ സിൻറ്റം എന്ന് വിളിക്കും. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? The narrative segments of film language or the sequences of shots called syntagmas are to be sutured or stitched together in a way that enhances the flow of the film and generates the realism necessary for the audience to maintain credibility. By arranging the shots, the director decides how that story is going to speak to the outside world. അപ്പൊ ലിറ്ററേച്ചർ വേൾഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഫോണീംസും മോർഫീംസും കൂടെ ചേർന്നാണ് നമുക്ക് ഒരു നറേറ്റീവ് അല്ലെങ്കിൽ സ്റ്റോറി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതെങ്കിൽ സിനിമാ ലോകത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ സിൻറ്റഗ്മാസ് എല്ലാം കൂടെ ചേർന്നാണ് പറയുന്നത്. സിൻറ്റഗ്മാസ് എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ സിൻറ്റഗ്മ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പെർട്ടിക്കുലർ ഷോർട്ട് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഷോർട്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം. ആ ഷോർട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇമേജസ് മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട സൗണ്ട്സ് നമ്മൾ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പൊ ഇത് ഏത് തരത്തിലാണ് ഒരു ഡയറക്ടർ അറേഞ്ച് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും നമുക്ക് ലഭിക്കുന്ന അർത്ഥം എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു കണ്ടിന്യൂറ്റി ഉള്ള ഒരു തരത്തിലുള്ള ഒരു ജോയിനിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഡിസ്കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് ഒക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു അറേഞ്ച്മെന്റ് ആയിരിക്കും. അപ്പൊ ഈ അറേഞ്ച്മെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ സിനിമയുടെ അർത്ഥം നമുക്ക് പറഞ്ഞു തരുന്നത്. Film tells stories that could be conveyed in the language of words, but it tells them differently. It is as a storyteller that film found its greatest power and its largest audience. The narrator in a novel controls only the verbal track, while in the film, literary narration is complicated by 2 parallel and intersecting forms of narration. The verbal narration, whether through voiceover or the speech of characters, and the film's capacity to show the world and its appearance. അപ്പോൾ നിരവധി സെന്റൻസുകൾ ഉണ്ടെങ്കിലും വളരെ കൃത്യമായിട്ടുള്ള 1-2 കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
അതായത് സിനിമയുടെ ലോകവും സാഹിത്യത്തിന്റെ ലോകവുമായിട്ടുള്ളൊരു വ്യത്യാസമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സിനിമയിലൂടെയും സാഹിത്യത്തിലൂടെയും നമുക്ക് ലഭിക്കുന്ന കഥകൾ തന്നെയാണ് സിനിമയിലൂടെ നമുക്ക് കഥകൾ ലഭിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ കുറച്ച് ക്യാരക്ടേഴ്സിന്റെ കോൺവെർസേഷൻസിലൂടെയാണ്, ഡയലോഗ്സിലൂടെയാണ് നമുക്ക് ആ സിനിമയുടെ കഥ ലഭിക്കുന്നതെന്ന് മാത്രം. അപ്പൊ പലതരത്തിൽ ഈ പറഞ്ഞ കഥ നമ്മളിലേക്ക് എത്തിക്കാം. ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിന്റെ ഇന്ററാക്ഷനിലൂടെ, അല്ലെങ്കിൽ വോയിസ് ഓവറിലൂടെ. ചില സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു പ്രത്യേകമായിട്ടുള്ള ഗ്രാമത്തിന്റെ കാര്യമാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ ഒരു വോയിസ് ഓവർ നിങ്ങൾക്ക് ലഭിക്കും. ചില കാഴ്ചകളൊക്കെ കാണിച്ചിട്ടുണ്ട്, ഒരു വോയിസ് ഓവറിലൂടെ ആ അതിന്റെ ഒരു ലൊക്കേഷനെ പറ്റി, അതിന്റെ സെറ്റിങ്ങിനെ പറ്റി ഒരു ചെറിയ വിവരണം നമുക്ക് ലഭിക്കും. അപ്പൊ വോയിസ് ഓവറിലൂടെ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിന്റെ ഇന്ററാക്ഷനിലൂടെയൊക്കെ നമുക്ക് ഈ പറഞ്ഞ ആ നറേറ്റീവിനെ, ആ ഒരു കഥയെ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. അപ്പൊ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിനെ നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ആ റിയാലിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഇമാജിനേഷൻ നമ്മൾ ഒരു പരിധി വരെ നമ്മൾ സിനിമയുടെ കേസിൽ ഉപയോഗിക്കാറുള്ളത്. കൂടുതലായും നോവലിന്റെ കേസിലാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. Films thus both tell stories and stage them. Film has the ability to employ slow motion, time lapse, and most essentially montage techniques that have no fictional equivalent. ഇപ്പൊ സിനിമയുടെ ഒരു സാധ്യതയെ പറ്റി കൂടിയാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. നോവലിലുള്ള ചില ലിമിറ്റേഷൻസ് എല്ലാം സിനിമയിൽ അത് മാറുന്നു. സിനിമ കഥ പറയുകയും ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ആ കഥ കാണിക്കുകയും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനത്തെ ഒരു മാധ്യമമാണ്. ഇനി സിനിമയിൽ പലതരത്തിലുള്ള ടെക്നിക്സ് ഉപയോഗിക്കാം. സ്ലോ മോഷൻ നമുക്ക് ഉപയോഗിക്കാം, ടൈം ലാപ്സ് ഉപയോഗിക്കാം, അതേപോലെ തന്നെ മൊണ്ടാഷ്, പലതരത്തിലുള്ള ഇമേജസിനെ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് വെക്കുന്ന തരത്തിലുള്ള മൊണ്ടാഷ് ഉപയോഗിക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള ടെക്നിക്സ് ഒന്നും ഫിക്ഷണൽ വേൾഡിൽ ഉള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല. സിനിമ ടേക്സ് പ്ലേസ് ഇൻ ടൈം, ആൻഡ് ടൈം ഈസ് ദ അൾട്ടിമേറ്റ് സിൻടാക്സ് ഓഫ് ഫിലിം. Readers of literature can slow down and ponder, can flip back and forth, and always have the speeches and adjectives to build up the novels they read, while film must roll forward at a particular rate. അപ്പോൾ അത് സിനിമ, ഞാൻ പറഞ്ഞില്ല, തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ്, എങ്ങനെയാണ് നമ്മൾ സിനിമ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ നോവൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ലിറ്റററി ലാംഗ്വേജും ഫിലിം ലാംഗ്വേജും എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് തന്നെ മുൻപോട്ടേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് നോവൽ വേണമെങ്കിൽ കുറച്ചു നേരം വായന നിർത്തി എന്താണ് ഇത്ര നേരം നമ്മൾ വായിച്ചെന്നുള്ളതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം നമുക്ക്. പക്ഷെ സിനിമയുടെ കേസിൽ ഇത് സാധ്യമല്ല. സിനിമ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. ആ കണ്ടതിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതല്ലാതെ ഒരു പോയിന്റിൽ അത് നിർത്തി നമ്മൾ ആലോചിക്കുകയും ചെയ്യും, അങ്ങനത്തെ കാര്യമൊന്നുമില്ല. നോവൽ വേണമെങ്കിൽ കുറച്ചു നേരം വായിക്കാം, നമുക്ക് പിന്നീട് നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ സിനിമയാണെങ്കിൽ നമ്മൾ ഒരു പക്ഷേ അത് മുഴുവനായും കണ്ടാണ് നമ്മൾ അതിന്റെ ഒരു ആസ്വാദനത്തിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ ഇത്രയുമാണ് ലിറ്റററി ലാംഗ്വേജ് ആൻഡ് ഫിലിം ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിനെ പറ്റി ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞിരിക്കുന്നത്. ഇനി അഡാപ്റ്റേഷനെ പറ്റിയുള്ള കുറച്ച് വിവരങ്ങളാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലൂടെ വായിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അഡാപ്റ്റേഷൻ എന്താണെന്നുള്ളത് നേരത്തെ പറഞ്ഞായിരുന്നു. അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സെക്ഷനിലൂടെ വായിച്ച് മനസ്സിലാക്കാം. Adaptations have been a common phenomenon in the world of cinema from the early years of its origin. Literature provides a wide range of possibilities for the film. Adaptation has been defined as the act of producing a work of art by adapting elements from another work of art. Basically, adaptation എന്താണെന്നുള്ളതാണ് ഇവിടെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ലിറ്റററി അഡാപ്റ്റേഷൻ എന്താണെന്നോ ഫിലിം അഡാപ്റ്റേഷൻ എന്താണെന്നോ ഒന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. അഡാപ്റ്റേഷൻ എന്താണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. It is the act of producing a work of art by adapting elements from another work of art. ഇപ്പോൾ ഒരു മാധ്യമത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് മറ്റൊരു മാധ്യമത്തിൽ എന്തൊക്കെയോ സൃഷ്ടിക്കുന്നു. അതാണ് ബേസിക്കലി അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഫിലിം അഡാപ്റ്റേഷൻ എന്താണ്? ഫിലിം അഡാപ്റ്റേഷൻ ഈസ് എ ട്രാൻസ്ഫർ ഓഫ് എ റിട്ടൺ വർക്ക് ടു എ ഫീച്ചർ ഫിലിം. അപ്പൊ ഇവിടെ രണ്ടിന്റെ ഡെഫിനേഷൻ നമുക്ക് ലഭിക്കുകയാണ്. എന്താണ് അഡാപ്റ്റേഷൻ, അതിനോടൊപ്പം തന്നെ എന്താണ് ഫിലിം അഡാപ്റ്റേഷൻ. ഒരു നോവലിനെ സിനിമയാക്കുന്നതാണ് ഫിലിം അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ തകഴിയുടെ ചെമ്മീൻ സിനിമയാക്കപ്പെട്ടു, ഇല്ലെങ്കിൽ ബഷീറിന്റെ മതിലുകൾ സിനിമയാക്കപ്പെട്ടു. ഇതെല്ലാം അഡാപ്റ്റേഷന് എക്സാമ്പിൾസ് ആണ്, അല്ലെങ്കിൽ ഫിലിം അഡാപ്റ്റേഷന് എക്സാമ്പിൾസ് ആണ്. Literary adaptation to film is a long established tradition in cinema, starting with early cinema adaptations of the Bible. ഇപ്പോൾ തുടക്ക കാലഘട്ടങ്ങളിലെ കുറച്ച് അഡാപ്റ്റേഷൻസിനെ പറ്റിയാണ് സംസാരിച്ചിരിക്കുന്നത് ഇവിടെ. പ്രധാനമായും ബൈബിളിന്റെ അഡാപ്റ്റേഷനെ പറ്റിയാണ് ഇവിടെ സംസാരിച്ചിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ 2 ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുന്നു. ലൂമിയ ബ്രദേഴ്സിന്റെ ഒരു ലാ വി എത്ത് പാഷൻ ദ ജീസസ് ക്രൈസ്റ്റ്. അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്, ദ ലൈഫ് ആൻഡ് പാഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതൊരു ഉദാഹരണമാണ്. പിന്നെ ആലിസ് ഗയ എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് ഫിലിം മേക്കറിന്റെ ലാ വി ദ ക്രൈസ്റ്റ് 1899 ഇറങ്ങിയ ഒരു സിനിമയാണ്. അപ്പൊ ഇതൊക്കെ തുടക്ക കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന അഡാപ്റ്റേഷൻ എക്സാമ്പിൾ ആയിട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്.
By the 1910s, adaptation of the established literary canon had become a marketing ploy by which producers and exhibitors could legitimize cinema going as a venue of taste and thus attract the middle classes to their theatres. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ, തുടക്കകാലഘട്ടത്തിലല്ല, കുറച്ച് അതിന് ശേഷം ഇതിനെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കായിട്ട് കൂടെ, അതായത് ലിറ്റററി അഡാപ്റ്റേഷനെ മാർക്കറ്റിംഗ് ടെക്നിക്കായിട്ട് വരെ ചില ഫിലിം പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അതായത് കൂടുതൽ ആൾക്കാരെ തിയേറ്ററിലേക്ക് ക്ഷണിക്കുവാനായിട്ട്, കൊണ്ടുവരാനായിട്ട് ഈ ലിറ്റററി അഡാപ്റ്റേഷനിലൂടെ സാധിച്ചു. കാരണം ആ കാലഘട്ടങ്ങളിൽ നോവൽ ഭയങ്കര പോപ്പുലർ ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു സിനിമാറ്റിക് വേർഷൻ ഇറങ്ങുമ്പോഴത്തേക്ക് അത് കാണുവാനായിട്ടുള്ള കുറച്ച് ആഗ്രഹം പലരിലും ഉണ്ടാകും. അപ്പൊ ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ടൂടെ ഒരു കാലഘട്ടത്തിൽ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഒക്കെ ഉപയോഗിച്ചിരുന്നു. അപ്പൊ ഈ ഒരു രീതിയിൽ പലതരത്തിലുള്ള അഡാപ്റ്റേഷനെ പറ്റി സൂസൻ ഹേവേർഡ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഒരു ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സൂസൻ ഹേവേർഡ്, ഷീ ഈസ് എ പ്രൊഫസർ ഓഫ് ഫ്രഞ്ച് സ്റ്റഡീസ് അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് എക്സെറ്റർ, വിച്ച് ഈസ് ഇൻ വെസ്റ്റ് ഇംഗ്ലണ്ട്. പിന്നെ ഏത് ബുക്കിലെ കാര്യമാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 2001 ഇറക്കിയ സിനിമ സ്റ്റഡീസ് കീ കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞ ബുക്കിന്റെ 2ാമത്തെ എഡിഷൻ. അതിലാണ് ഈ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഡാപ്റ്റേഷനെ പറ്റി സൂസൻ ഹേവേർഡ് സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊന്നും ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ അഡീഷണൽ പോയിന്റ്സ് ആയിട്ട് നോട്ട് ഡൗൺ ചെയ്യാവുന്നതാണ്. ഇനി ആ 3 തരത്തിലുള്ള അഡാപ്റ്റേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് വായിച്ചു നോക്കാം. ഫസ്റ്റ്, ദ മോർ ട്രഡീഷണലി കൊണോട്ടഡ് നോഷൻ ഓഫ് അഡാപ്റ്റേഷൻ, ദ ലിറ്റററി ക്ലാസിക്. ലിറ്റററി ക്ലാസിക്സ് എന്ന് വിളിക്കുന്ന ചില നോവലുകളെ നമ്മൾ സിനിമയാക്കുന്നു. അതാണ് ആദ്യത്തെ തരത്തിലുള്ള അഡാപ്റ്റേഷൻ. സെക്കൻഡ്, അഡാപ്റ്റേഷൻ ഓഫ് പ്ലേസ് ടു സ്ക്രീൻ. നാടകങ്ങളെ സിനിമയാക്കുന്നു. ഇപ്പൊ ഈ മലയാളം സിനിമയെ പറ്റി, അല്ലെങ്കിൽ മലയാള സിനിമയുടെ ചരിത്രം സംസാരിച്ചപ്പോഴത്തേക്ക് ആദ്യമായി നാഷണൽ അവാർഡ് വാങ്ങിച്ച കുറെ സിനിമകളുടെ കേസ് ഞാൻ പറഞ്ഞായിരുന്നു. അതിൻ്റെ അകത്ത് ഇരുട്ടിന്റെ ആത്മാവിനെ പറ്റിയും അതോടൊപ്പം തന്നെ തുലാഭാരത്തിനെ പറ്റി ഞാൻ സംസാരിച്ചായിരുന്നു. 1968 ഇറങ്ങിയ സിനിമയാണ് തുലാഭാരം. അത് തോപ്പിൽ ഭാസി എഴുതിയ ഒരു നാടകത്തിന്റെ അഡാപ്റ്റേഷൻ ആണെന്നുള്ളത് ഞാനിപ്പോ പറഞ്ഞായിരുന്നു. അപ്പൊ നാടകങ്ങളും സിനിമയാക്കപ്പെടാറുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ ഈ പറഞ്ഞ തുലാഭാരം. 1968 എ വിൻസെന്റ് സംവിധാനം ചെയ്ത തുലാഭാരം എന്ന് പറഞ്ഞ മലയാളം സിനിമ. ഇനി 3ാമത്തെ തരത്തിലുള്ള അഡാപ്റ്റേഷൻ എന്താണ്? And finally, the adaptation of contemporary text not yet determined as classic and possibly bound to remain within the canon of popular fiction. അപ്പൊ ഒന്നാമത്തത് ലിറ്ററേച്ചറിലുള്ള ക്ലാസിക്കൽ ടെക്സ്റ്റ്, അതായത് ക്ലാസിക്സ് എന്ന് വിളിക്കുന്നത്. എന്താണ് ക്ലാസിക്സ് എന്ന് വിളിക്കുന്നത്? ദാറ്റ് വിച്ച് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ടൈം. അതായത് എല്ലാ കാലഘട്ടത്തിലും ഒരുപോലെ ആസ്വദിക്കാൻ സാധിക്കുന്ന ചില നറേറ്റീവ്സിനാണ് നമ്മൾ ക്ലാസിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ലിറ്ററേച്ചറിലുള്ള ക്ലാസിക്സിനെ സിനിമയാക്കുന്നു. 2ാം തരം എന്താണ്? നാടകങ്ങളെ സിനിമയാക്കുന്നു. 3ാം തരം എന്താണ്? കണ്ടംപററി ടെക്സ്റ്റിനെ. അതൊരു പക്ഷേ ക്ലാസിക് എന്ന് പറയത്തില്ലായിരിക്കും, പക്ഷെ പോപ്പുലർ ലിറ്ററേച്ചറിന്റെ ഭാഗമായിട്ടുള്ളതായിരിക്കും. അങ്ങനെ പോപ്പുലർ ലിറ്ററേച്ചറിന്റെ ഭാഗമായിട്ടുള്ള ഒരു ടെക്സ്റ്റിനെ സിനിമയാക്കുന്നു. അങ്ങനെ 3 തരത്തിലുള്ള അഡാപ്റ്റേഷനെ പറ്റിയാണ് സൂസൻ ഹേവേർഡ് സംസാരിച്ചിരിക്കുന്നത്. Of these three, arguably, it is the second that remains most faithful to the original. അപ്പൊ സൂസൻ ഹേവേർഡിന്റെ ഒരു കാഴ്ചപ്പാട് ഇതാണ്. ഈ നാടകങ്ങളെ സിനിമയാക്കപ്പെടുന്നതാണ് ഒരുപക്ഷെ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിനെ ഭയങ്കരമായിട്ട് അതിനെ അത് ഏത് തരത്തിലാണ് അഡാപ്റ്റേഷൻ നടക്കുന്നത് ആ തരത്തിൽ തന്നെ നടക്കുന്നതായിട്ട് കാണുന്നത്. കാരണം പറയുന്നത് ഇതാണ്: ബിക്കോസ് തിയേറ്ററിക്കൽ അഡാപ്റ്റേഷൻ ഡസ് നോട്ട് ഇൻവോൾവ് ആസ് മെനി ഇന്റർപോളേഷൻസ് ഓർ എലിഷൻസ്. ഇന്റർപോളേഷൻസ് എന്നാണ് അനാവശ്യമായിട്ടുള്ള കൂട്ടിച്ചേർക്കലാണ് ഇന്റർപോളേഷൻ എന്ന് പറയുന്നത്. എലിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമിഷൻ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അതിനാണ് എലിഷൻ എന്ന് പറയുന്നത്. അപ്പൊ സൂസൻ ഹേവേർഡിന്റെ കാഴ്ചപ്പാട് ഇതാണ്: നാടകത്തിനെ സിനിമയാക്കുമ്പോൾ മാത്രമാണ് അനാവശ്യമായിട്ടുള്ള കൂട്ടിച്ചേരുകൾ ഇല്ലാത്തത്, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിലീഷൻസ് അല്ലെങ്കിൽ ഒമിഷൻസ് ഇല്ലാത്തത്. അപ്പോൾ ഏറ്റവും ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള അഡാപ്റ്റേഷൻ ഈ 2ാം തരമാണെന്ന് പറയണം. അതായത് നാടകങ്ങളെ സിനിമയാക്കപ്പെടുന്ന തരത്തിലുള്ള അഡാപ്റ്റേഷൻ. വില്യം ഷേക്സ്പിയർ ഹാസ് ബീൻ കോൾഡ് ദ മോസ്റ്റ് പോപ്പുലർ സ്ക്രീൻ റൈറ്റർ ഇൻ ഹോളിവുഡ്. ഓക്കെ, നമ്മളൊരു ഡ്രമാറ്റിസ്റ്റ് ആയിട്ടാണ് നമ്മൾ വില്യം ഷേക്സ്പിയറിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ നമ്മളിപ്പോ സൂസൻ ഹേവേർഡിന്റെ കാഴ്ചപ്പാടിൽ മനസ്സിലാക്കുന്നു വില്യം ഷേക്സ്പിയർ ഹാസ് ബീൻ കോൾഡ് ആസ് എ മോസ്റ്റ് പോപ്പുലർ സ്ക്രീൻ റൈറ്റർ ഇൻ ഹോളിവുഡ്. അതിനൊരു ഒറ്റ കാരണമുള്ള അദ്ദേഹത്തിന്റെ പല നാടകങ്ങളും സിനിമയാക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. Not only are there film versions of all Shakespeare plays, but also there are multiple versions of many of them. Hamlet was adapted 60 times, Romeo and Juliet 42 times, and Julius Caesar 29. ഇപ്പൊ നമ്മൾ ഇന്ത്യൻ സിനിമയിൽ പോലും ഈ പറഞ്ഞ ഷേക്സ്പിയറിന്റെ പല നാടകങ്ങളും സിനിമയാക്കപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നു. പ്രത്യേകിച്ച് വിശാൽ ഭരദ്വാജിന്റെ പല സിനിമകളും ഈ പറഞ്ഞ ഷേക്സ്പിയറിന്റെ നറേറ്റീവുമായി ബന്ധമുള്ളതാണ്. അദ്ദേഹത്തിന്റെ മക്ബൂൽ മാക്ബത്തുമായിട്ട് ബന്ധമുള്ള ഒരു സിനിമയാണ്. അദ്ദേഹത്തിന്റെ ഹൈദർ ഹാംലെറ്റുമായിട്ട് ബന്ധമുള്ള സിനിമയാണ്. അദ്ദേഹത്തിന്റെ തന്നെ ഓംകാര എന്ന് പറഞ്ഞ സിനിമ ഒതല്ലോ ആയിട്ട് ബന്ധമാണ്. നമ്മൾ ജയരാജിന്റെ കളിയാട്ടം ഈ പറഞ്ഞ ഒതല്ലോയുമായി
ബന്ധിപ്പിച്ച് മനസ്സിലാക്കുന്ന പോലെ തന്നെയാണ് വിശാൽ ഭരദ്വാജിന്റെ ഈ സിനിമകളെല്ലാം ഷേക്സ്പിയറുടെ നാടകവുമായി ബന്ധിപ്പിച്ച് നമ്മൾ മനസ്സിലാക്കാറുള്ളത്. The most obvious and common form of film adaptation is the use of a novel as the basis of a film. But film adaptation includes the use of non-fiction, autobiography, comic book, scripture, plays and even other films. അപ്പോൾ അഡാപ്റ്റേഷൻ, ഫിലിം അഡാപ്റ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നോവലിനെ സിനിമയാക്കുന്നത് മാത്രമല്ല, വേറെ എന്തൊക്കെ വരാം? ഓട്ടോബയോഗ്രഫി സിനിമയാക്കപ്പെടാം, ജേർണലിസത്തിന്റെ ഭാഗം, നോൺ ഫിക്ഷൻ എന്ന് പറഞ്ഞറിയപ്പെടുന്ന ജേർണലിസ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ സിനിമയാക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. കോമിക് ബുക്സിനെ സിനിമയാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സ്ക്രിപ്റ്റേഴ്സിനെ, ചിലപ്പോൾ ഹോളി സ്ക്രിപ്റ്റേഴ്സ് ആയിരിക്കും, അതിനെ സിനിമയാക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നാടകങ്ങളെ വേണമെങ്കിൽ ഒരുപക്ഷെ വേറെ സിനിമയെ തന്നെ ഒരു മാറ്റം വരുത്തി പുതിയൊരു സിനിമ സൃഷ്ടിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. For the most part, these adaptations attempt either to appeal to an existing commercial audience or to tap into the innovation and novelty of a less well-known author. അപ്പൊ ഒരുപക്ഷെ ഒരു രണ്ട് മോട്ടീവ്സ് ആയിരിക്കാം, രണ്ട് ഉദ്ദേശങ്ങളായിരിക്കാം ഇതിന് ഉള്ളത്. ഒന്ന്, പഴയ കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു നോവലാണ്, ഇല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ഇവന്റ് ആണ്, ഇല്ലെങ്കിൽ ഒരു കോമിക് ബുക്കാണ്. അപ്പൊ അതിനെ പുതിയ കാലഘട്ടത്തിന് അല്ലെങ്കിൽ പുതിയ ജനറേഷന് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശമായിരിക്കാം. രണ്ടാമത്, ഒത്തിരി പോപ്പുലർ അല്ലാത്തൊരു നോവലിനെ ജനങ്ങളുടെ മുമ്പിലേക്ക്, അല്ലെങ്കിൽ ഒത്തിരി പോപ്പുലർ അല്ലാത്തൊരു നോവലിസ്റ്റിനെ, ഒരു ഓതറിനെ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഉദ്ദേശവുമായിരിക്കും ഇതിന്റെ മുമ്പിലുള്ളത്, ഈ അഡാപ്റ്റേഷന്റെ പുറകിലുള്ളത്. Comic book characters, particularly superheroes, have long been adapted into film. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നോവലുകൾ മാത്രമല്ല സിനിമയാക്കപ്പെടുന്നത്, വേറെ പല കാര്യങ്ങളും സിനിമയാക്കപ്പെടാറുണ്ട്. ലിറ്ററേച്ചറിന്റെ ഭാഗമായിട്ടുള്ള പല കാര്യങ്ങളും. അതിലൊന്നാണ് കോമിക് ബുക്സ്. അതിന് പല ഉദാഹരണങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒന്ന് സൂപ്പർമാൻ ദ മൂവി. സൂപ്പർമാൻ DC ബുക്സ് പബ്ലിഷ് ചെയ്തിരുന്ന ഒരു കോമിക്കാണ്. അതിനെയാണ് പിന്നീട് സിനിമയാക്കപ്പെട്ടത്. ഇപ്പൊ പല എഡിഷൻസ് അല്ലെങ്കിൽ പല വേർഷൻസ് സൂപ്പർമാനിൽ ഇറങ്ങിയിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതേപോലെ തന്നെ DC കോമിക്സിന്റെ മറ്റൊരു കഥാപാത്രമായിരുന്നു ബാറ്റ്മാൻ എന്നുള്ളത്. അപ്പൊ നമ്മൾ അതും സിനിമയാക്കപ്പെടുന്നതായിട്ട് കാണുന്നു. ഇനി അതേപോലെ തന്നെ 2000-ന് ശേഷം ഇറങ്ങിയ 2000 ശേഷം ഇറങ്ങിയ എക്സ്മെൻ സീരീസ്, അല്ലെങ്കിൽ സ്പൈഡർമാൻ. ഈ എക്സ്മെനും സ്പൈഡർമാൻ എല്ലാം മാവൽ കോമിക്സ് ആണ് പുറത്തിറക്കിയിരുന്നത്. ഇതെല്ലാം കോമിക് സ്റ്റോറീസ് ആയിരുന്നു. അതിനെയാണ് സിനിമയാക്കപ്പെട്ടതെന്നുള്ളതാണ്. Films based on such series usually try to capture the backstory and spirit of the character instead of adapting the particular storyline. അപ്പോൾ ആ കോമിക് ബുക്കിൽ വായിച്ച അതേ കഥയായിരിക്കത്തില്ല നിങ്ങൾ സിനിമയിൽ വായിക്കുന്നത്. ആ സൂപ്പർ ഹീറോ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സ്മെന്റെ കേസിൽ ആ പറഞ്ഞ ടീം എന്താണ് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പുതിയൊരു കഥയിലൂടെ നമ്മൾ അറിയുന്നത്. അപ്പൊ അതിന്റെ ഒരു സ്പിരിറ്റ് ആയിരിക്കും ഉൾക്കൊള്ളുന്നത്. എന്താണ് ആ ഒരു സൂപ്പർ ഹീറോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടീം ചെയ്യുന്നത്, അതാണ് പ്രധാനമായും നമ്മൾ അത്തരത്തിലുള്ള ഒരു അഡാപ്റ്റേഷനിലൂടെ നമ്മൾ കാണുന്നത്. While adaptation studies often assumes that the source texts are literary, adaptations can also have subliterary or paraliterary sources. അപ്പൊ അഡാപ്റ്റേഷൻ തിയറീസിലൊക്കെ പറയുന്നത് പലപ്പോഴും അഡാപ്റ്റേഷൻ നോവൽ ബേസ്ഡ് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ഇറ്റ് ക്യാൻ ബി സബ് ലിറ്റററി ഓർ പാരാലിറ്റററി. ഒന്നെങ്കിൽ ഈ പറഞ്ഞ ലിറ്ററേച്ചറിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങളായിരിക്കാം, ഇല്ലെങ്കിൽ ലിറ്ററേച്ചറിനോടൊപ്പം തന്നെ പോകുന്ന മാധ്യമങ്ങളിൽ നിന്ന് എടുക്കുന്നതായിരിക്കാം. അതിനൊരു ഉദാഹരണമാണ് റിപ്പോർട്ടാഷ്. റിപ്പോർട്ടാഷ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ന്യൂസ് റിപ്പോർട്ട് പ്രസന്റഡ് ബൈ എ ന്യൂസ് ആങ്കർ or that which is presented in a newspaper or radio or television. അതിനാണ് റിപ്പോർട്ടാഷ് എന്ന് പറയുന്നത്. Reportage acted as sources for film documentary for making documentary films just as dramatic films have been made from them. അതിന് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ഓൾ ദ പ്രസിഡൻസ് മെൻ എന്ന് പറഞ്ഞൊരു 1976 ഇറങ്ങിയ ഒരു അമേരിക്കൻ പൊളിറ്റിക്കൽ ബയോഗ്രഫിക്കൽ ഡ്രാമ ഫിലിമാണ്. അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ 37ാമത്തെ പ്രസിഡന്റ് ആയിരുന്ന റിച്ചാർഡ് നിക്സനെ പറ്റിയും അദ്ദേഹം ഉൾപ്പെട്ട ഒരു വാട്ടർഗേറ്റ് സ്കാൻഡലിനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന ഒരു ഡോക്യുമെന്ററി ഫിലിമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഈ പറഞ്ഞ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് വെച്ചുകൊണ്ടും സിനിമകൾ വരാമെന്നുള്ളതാണ്. ഇനി സം ഫിലിംസ് ഹാവ് ബീൻ മെയ്ഡ് ബേസ്ഡ് ഓൺ ഫോട്ടോഗ്രാഫ്സ്. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് പ്രെറ്റി ബേബി എന്ന് പറഞ്ഞൊരു സിനിമയാണ്. It was a film that was directed by Louis Malle. He based his film on a photo of New Orleans prostitutes taken by Ernest Belloc. എണസ്റ്റ് ബെല്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു അമേരിക്കൻ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആണ്. അദ്ദേഹം ന്യൂ ഓർലിയൻസ് എന്ന് പറഞ്ഞ അമേരിക്കയിലുള്ള സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ന്യൂ ഓർലിയൻസിൽ ഉണ്ടായിരുന്ന ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ ഉൾക്കൊള്ളിച്ചിട്ട് കുറച്ച് ഫോട്ടോസ് അദ്ദേഹം എടുത്തായിരുന്നു. ആ ഫോട്ടോഗ്രാഫ്സിൽ നിന്നാണ് ലൂയി മാലി നിർമ്മിച്ച അല്ലെങ്കിൽ സംവിധാനം ചെയ്ത പ്രെറ്റി ബേബി വന്നിരിക്കുന്നത്. അപ്പൊ ചിലത് ന്യൂസ് റിപ്പോർട്ട്സിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ ചിലത് ഫോട്ടോഗ്രാഫ്സിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കാം ചില സിനിമകൾ പുറത്തേക്ക് വരുന്നത്.
വേറെ ചില സിനിമകളിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിനൊരു എക്സാമ്പിളും കൊടുത്തിരിക്കുകയാണ്. 12 മങ്കീസ് എന്ന് പറഞ്ഞ സിനിമയുടെ ഉദാഹരണമാണ് കൊടുത്തിരിക്കുന്നത്. 1995 ഇറങ്ങിയ ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ഫിലിമാണത്. ടെറി ഗില്ലിയം എന്ന് പറഞ്ഞ വ്യക്തിയാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇനി ഈ സിനിമ ഏത് സിനിമയെ ആസ്പദമാക്കിയാണ് ഇറക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1962 ഇറങ്ങിയ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, ലാ ജെറ്റി എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ടെറി ഗില്ലിയം 1995 12 മങ്കീസ് എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്തത്. അപ്പോ ഒരു ന്യൂസ് റിപ്പോർട്ടായിരിക്കാം സിനിമയാക്കപ്പെടുന്നത്, ചിലപ്പോൾ കോമിക് സ്റ്റോറീസ് ആയിരിക്കാം സിനിമയാക്കപ്പെടുന്നത്, ചിലപ്പോൾ ഫോട്ടോഗ്രാഫ്സിനെ ചേർത്ത് അല്ലെങ്കിൽ ഒരു ഫോട്ടോ ആയിരിക്കാം സിനിമയാക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഇതേപോലെ വേണമെങ്കിൽ ഒരു സിനിമയിൽ നിന്ന് തന്നെ വേറൊരു സിനിമക്ക് ജന്മം കൊള്ളാവുന്നതാണ്. അപ്പൊ അതിന് കുറെ ഉദാഹരണങ്ങളും ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. കാർലോസ് ഡിയേഗിസ് വിയ എസ്റ്റ കൊൻകാവോ, അതിന്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എനിക്ക് ലഭിച്ചത് റിയോസ് ലവ് സോങ് എന്നുള്ളതാണ്. 1987 ഈ സിനിമ ഇറങ്ങുന്നത്. ഈ സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രസീലിയൻ സോങ്സ്, ബ്രസീലിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോപ്പുലർ സോങ്സിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഹിച്ച്കോക്സ് ദ റോങ് മാൻ അഡാപ്റ്റഡ് ന്യൂസ് പേപ്പർ സ്റ്റോറീസ്, വേറെ ഉദാഹരണം കൊടുത്തിരിക്കുന്നു. Many films have been adapted frequently on epics, Greek or Roman mythologies and the Bible. അതിന് കുറച്ച് ഉദാഹരണം കൊടുത്തിരിക്കുന്നത് ട്രോയ്, ഡയറക്റ്റഡ് ബൈ വുൾഫ്ഗാങ് പീറ്റേഴ്സൺ, 2004 ഇറങ്ങിയതാണ്. ഇല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര പോപ്പുലർ ആയിരുന്ന പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ മെൽ ഗിബ്സൺ ഡയറക്ട് ചെയ്ത സിനിമ, 2004 ആ സിനിമ ഇറങ്ങിയത്. ഇനി നാടകങ്ങളെ സിനിമയാക്കിയ ഉദാഹരണമായിട്ട് ജോർജ് ബെർണാഡ് ഷോയുടെ നാടകം പിഗ്മാലിയൻ. ഇറ്റ് വാസ് അഡാപ്റ്റഡ് ഇൻ ടു എ 1938 ബ്രിട്ടീഷ് ഫിലിം വിത്ത് ദ സെയിം നെയിം. In 1956, the film Pygmalion was adapted into a stage musical titled My Fair Lady. And this musical was adapted into a film with the same title. ഇപ്പോൾ നോക്കിയാൽ ഒരു നാടകം സിനിമയാക്കപ്പെടുന്നു, ആ സിനിമയെ പിന്നീട് ഒരു സ്റ്റേജ് മ്യൂസിക്കലായിട്ട്, അതായത് ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ഒരു മ്യൂസിക്കലായിട്ട് അത് മാറ്റപ്പെടുന്നു. മൈ ഫെയർ ലേഡി എന്നുള്ളതാണ് അതിന് ടൈറ്റിൽ കൊടുത്തിരുന്നത്. ഇനി ആ മ്യൂസിക്കലിനെ പിന്നീട് അത് സിനിമയാക്കപ്പെടുന്നു. മൈ ഫെയർ ലേഡി എന്ന് തന്നെയാണ് ആ സിനിമയുടെ പേര്. അപ്പൊ ഇത്തരത്തില് പല മാധ്യമങ്ങളെ വേണമെങ്കിൽ സിനിമയാക്കി മാറ്റപ്പെടാവുന്നതാണ്. ആ ഒരു തെറ്റിദ്ധാരണ മാറ്റുവാനാണ് ഇത്രയും ഉദാഹരണങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അതായത് കോമിക് സ്റ്റോറീസ് ആയിരിക്കാം, ഇമേജസ് ആയിരിക്കാം, ഒരു സിനിമയിൽ നിന്ന് തന്നെ വേറൊരു സിനിമക്ക് വേണമെങ്കിൽ ജന്മം കൊള്ളാം, ഒരു നാടകത്തിൽ നിന്ന് വേണമെങ്കിൽ ഒരു സിനിമ ഉണ്ടാക്കാം. അപ്പൊ ഇതിനെല്ലാത്തിനെയും നമ്മൾ അഡാപ്റ്റേഷൻ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. Popular films have been adapted into both novels and plays. Many movie studios commission novelization of their popular titles or sell the rights of their titles to publishing houses. ഇനി പോപ്പുലർ സിനിമകളെ അതിന്റെ നേരെ തിരിച്ചുള്ളൊരു യാത്രയാണ്. ഇത്രയും നേരം നോവലുകളെ നമ്മൾ സിനിമയാക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്തെങ്കിൽ ഇനി സിനിമയെ നോവലാക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. Popular films have been adapted into both novels and plays. Many movie studios commission novelization of their popular titles or sell the rights of their titles to publishing houses. These novelized films will frequently be written on assignment, that is hack writing, and sometimes be written by authors who have only an early script as their source. അപ്പോൾ നേരെ തിരിച്ചുള്ള യാത്രയെ പറ്റിയാണ് പറയുന്നത്, സിനിമയെ നോവലുകൾ ആക്കുന്നതിനെ പറ്റി. നോവലൈസേഷൻ എന്ന് പറഞ്ഞൊരു വേർഡ് അവിടെ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആ ഒരു എഴുത്തിനെ ഹാക്ക് റൈറ്റിംഗ് എന്നും പറഞ്ഞ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. Consequently, novelizations are quite often different from the films as they appear in theaters. പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഇതാണ്, സിനിമയിൽ ഏത് തരത്തിലാണോ കഥ നമുക്ക് ലഭിച്ചത്, പക്ഷെ നോവലിലൂടെ അത് ലഭിക്കുമ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. കഥക്ക് വ്യത്യാസം അല്ലെങ്കിൽ അതിന്റെ എക്സ്പീരിയൻസിന് ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. These differences are not, properly speaking, adaptations, but rather accidents of production. Further, novelization authors can frequently use the extended time available on the printed page to build up characters and incidents for commercial reasons. അപ്പൊ സിനിമ നമുക്കറിയാം 2 മണിക്കൂറോ അല്ലെങ്കിൽ 3 മണിക്കൂറോ കൊണ്ട് ഒതുക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. പക്ഷെ നോവലിൽ ആ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമയിൽ സംഭവിക്കാത്ത പല കാര്യങ്ങളും ഈ പറഞ്ഞ നോവലിലേക്ക് അത് മാറ്റുമ്പോഴത്തേക്ക് സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ക്യാരക്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്യാനും പ്ലോട്ട് ഒന്നുകൂടെ നല്ലപോലെ അറേഞ്ച് ചെയ്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് പറയാനായിട്ടൊക്കെ നോവലിന് സാധിക്കും. പക്ഷെ അത് സിനിമയിൽ ഉണ്ടായിരിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നോവലൈസേഷൻ പ്രോസസ്സിൽ ഇങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങൾ വരുമെന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. In some cases, the time of publication of the novel and the production of the film are very close. In the cases of bestsellers, producers hurry to take advantage of the commercial success of the novel. അപ്പോൾ ഒരു നോവൽ ഇറങ്ങാൻ പോവുകയാണ്, ഒരുപക്ഷെ അതിനോടൊപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സിനിമയും ഇറങ്ങാമെന്നുള്ളതാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ കാണുന്ന ഇതാണ്, പ്രൊഡ്യൂസർ ആ സിനിമ എങ്ങനെയെങ്കിലും പെട്ടെന്ന്
നിർമ്മിച്ചിറക്കുവാനായിട്ട് ശ്രമിക്കും. കാരണം ആ നോവലിന്റെ ഒരു സക്സസിനെ ഈ പറഞ്ഞ സിനിമയിലൂടെ അതിനൊരു ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ആ ഒരു സമയത്ത് ഇറക്കിയാൽ തന്നെ സാധിക്കത്തുള്ളൂ. അപ്പൊ അതിന് കുറച്ച് എക്സാമ്പിളും കൊടുത്തിരിക്കുന്നു. ജെ.കെ. റൗളിങ്ങിന്റെ ഹാരി പോട്ടർ സീരീസ് ആണ് ആദ്യത്തെ എക്സാമ്പിൾ. പിന്നെ ഡാൻ ബ്രൗൺ, അമേരിക്കൻ ഓതർ ആയിട്ടുള്ള ഡാൻ ബ്രൗണിന്റെ ഡാവിഞ്ചി കോഡും ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇത് ബുക്കായിരുന്നു, അതോടൊപ്പം തന്നെ സിനിമയാക്കപ്പെട്ടതും ആണ്. അപ്പൊ ആ ഒരു ഹാരി പോട്ടറിന്റെ ഒരു ഇമ്പാക്ട് മാറുന്നതിന് മുമ്പേ അതുമായിട്ട് ബന്ധപ്പെട്ട സിനിമകൾ വരുമ്പോഴത്തേക്ക് അതിലൂടെ പ്രൊഡ്യൂസേഴ്സിന് കുറെ പ്രോഫിറ്റ് ലഭിക്കുമെന്നുള്ളതാണ്. In other cases, centuries or even millennia can elapse between the publication of source novel and production of the adaptation. അപ്പോൾ ചിലപ്പം ഒരു നൂറ്റാണ്ടുകൾ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ഒരു നോവൽ സിനിമയാക്കപ്പെടുന്നു. അങ്ങനത്തെ കേസുകളും ഉണ്ടാകാറുണ്ട്. അതിന് എക്സാമ്പിൾ ആയിട്ട് 10 Commandments, ഹെലൻ ഓഫ് ട്രോയ്, ഇല്ലെങ്കിൽ അഡാപ്റ്റേഷൻ ഓഫ് നോവൽസ് ലൈക്ക് ഡോൺ കിയോട്ടി. സ്പാനിഷ് റൈറ്റർ ആയിരുന്ന സെർവാൻഡസിന്റെ ഒരു നോവലാണ് ഈ ഡോൺ കിയോട്ടി. 2 ഭാഗമായിട്ടാണ് ഇറങ്ങിയത്. 1605 ആദ്യത്തെ ഭാഗവും 1615 രണ്ടാമത്തെ ഭാഗവും ഉണ്ട്. അപ്പൊ അതിനുശേഷം ഡോൺ കിയോട്ടി എന്ന് പറഞ്ഞ സിനിമ നിർമ്മിക്കപ്പെടുന്നു. ഇല്ലെങ്കിൽ റോബിൻസൺ ക്രൂസോ എന്ന് പറഞ്ഞ സിനിമ, ഡാനിയൽ ഡിഫോ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് റൈറ്ററിന്റെ ഒരു നോവലായിരുന്നു റോബിൻസൺ ക്രൂസോ. 1719 അത് എഴുതപ്പെട്ടത്. പക്ഷെ പിന്നീടാണ് അത് സിനിമയാക്കപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വൈഡ് ഡിഫറൻസ് വരാം ഈ പറഞ്ഞ എഴുതുന്നതും അതിനെ ലിറ്റററി അഡാപ്റ്റേഷൻ ആയിട്ട് കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഫിലിം അഡാപ്റ്റേഷൻ ആയിട്ട് കണ്ടുകൊണ്ട് പിന്നീട് അതിനെ നിർമ്മിക്കുന്നതും. As a result, the script writer and the director enjoy more freedom to update and reinterpret the novel. അപ്പൊ ആ ഒരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ആ പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ ആ ഒരു കഥയെ മാറ്റുവാനായിട്ട് ഡയറക്ടറിനും സ്ക്രിപ്റ്റ് റൈറ്ററിനും ഒക്കെ സാധിക്കുമെന്നുള്ളതാണ്. ലിറ്ററേച്ചർ പേസ് ഇൻഡയറക്റ്റ് and begrudging homage to film's popularity, while film pays homage to literature's prestige. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അക്നോളജ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്. ഫിലിം ലിറ്ററേച്ചറിനെ അക്നോളജ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ ലിറ്ററേച്ചർ ഫിലിമിനെ അക്നോളജ് ചെയ്യുന്നുണ്ട്. അതിനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളാണ്. വെൻ ഡേവിഡ് കോപ്പർഫീൽഡ് 1850 ഇറങ്ങിയ ചാൾസ് ഡിക്കൻസിന്റെ ഒരു നോവലാണ് ഡേവിഡ് കോപ്പർഫീൽഡ്. When David Copperfield appeared on local screens, the demand for the book was so great that the Cleveland Public Library ordered 132 new copies. അപ്പോൾ ഡേവിഡ് കോപ്പർഫീൽഡ് സിനിമയാക്കപ്പെട്ടപ്പോൾ ആ നോവലിനുള്ള ഡിമാൻഡ് അങ്ങ് വളരുകയാണ്. അന്ന് ക്ലീവ്ലൻഡ് പബ്ലിക് ലൈബ്രറി 132 അഡീഷണൽ കോപ്പി ഓർഡർ ചെയ്യുന്നതാണ് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ അതൊന്നും അല്ലായിരിക്കും, പക്ഷെ ആ കാലഘട്ടത്തിൽ അത്രയും കോപ്പീസ് പുതിയ കോപ്പീസ് ഓർഡർ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഇനി ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിരിക്കുന്നത് ദ ഗുഡ് എർത്ത് എന്ന് പറഞ്ഞൊരു സിനിമയുടെ കാര്യമാണ്. 1937 ഇറങ്ങിയ ഒരു അമേരിക്കൻ സിനിമയാണ്. ചൈനീസ് ഫാമേഴ്സിന്റെ ഒരു സ്ട്രഗിളിനെ പറ്റിയൊക്കെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഇത് 1931 എഴുതപ്പെട്ട ഒരു നോവലുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമയാണ്. പേൾ എസ് ബക്ക് എന്ന് പറഞ്ഞ ഒരു റൈറ്റർ എഴുതിയ ഒരു നോവലാണ് ദ ഗുഡ് എർത്ത് എന്ന് പറഞ്ഞ ഒരു നോവൽ. ഇനി ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇറ്റ് ഷോഡ് ദ സെയിൽസ് ഓഫ് ദാറ്റ് ബുക്ക് അപ് ടു 3000 പെർ വീക്ക്. ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ നോവലിന്റെ സെയിൽസ് അങ്ങ് വർദ്ധിക്കുകയാണ്. 3000 കോപ്പീസ് വരെ അധികമായിട്ട് വിറ്റ് ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. ഇനി വുതറിംഗ് ഹൈറ്റ്സിന്റെ ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞിരിക്കുകയാണ്. വുതറിംഗ് ഹൈറ്റ്സ് നിങ്ങൾക്കറിയാം 1847 ഇറങ്ങിയ എമിലി ബ്രോണ്ടെ എഴുതിയ ഒരു നോവലാണ്. അവരുടെ ഒരു സ്യൂഡോണിമിലാണ് ഇത് പബ്ലിഷ് ചെയ്തത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ ബ്രോണ്ടെ സിസ്റ്റേഴ്സിനെ പറ്റി. ആക്ടൻ ബെൽ, ക്യൂറർ ബെൽ, എലിസ് ബെൽ. അതിൻ്റെ അകത്ത് എലിസ് ബെൽ ആണ് ഈ എമിലി ബ്രോണ്ടെ. ബ്രോണ്ടെയുടെ 1847 ഇറങ്ങിയ നോവലാണ് വുതറിംഗ് ഹൈറ്റ്സ്. More copies of Wuthering Heights have been sold since the novel. More copies of Wuthering Heights have been sold since the novel was screened than in all the previous 92 years of its existence. Considering the current abundance of literary adaptations today, it can be said that with some degree of certainty that dependence of film on literature will continue. അപ്പൊ ഇങ്ങനെ നിരവധി എക്സാമ്പിളുകൾ പറഞ്ഞതിന് ശേഷം, അതായത് ഡേവിഡ് കോപ്പർഫീൽഡിന്റെ കാര്യം പറയുന്നു, ദ ഗുഡ് എർത്തിന്റെ കാര്യം പറയുന്നു, വുതറിംഗ് ഹൈറ്റ്സിന്റെ കാര്യം പറയുന്നു. ഇതിലൂടെ എല്ലാം പറഞ്ഞു വെക്കുന്നത് ഈ പറഞ്ഞ അഡാപ്റ്റേഷൻസ് ഇനിയും അങ്ങ് കുറെ നാളും കൂടെ കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളതാണ്. അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് ഇന്നും ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ഒരു നോവൽ ഇറങ്ങുമ്പോൾ അത് സിനിമയാക്കപ്പെടുമ്പോൾ അതിന് പ്രത്യേകമായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകുകയാണ്. അതോടൊപ്പം തന്നെ ഒരു നോവലിന്റെ സിനിമയാക്കപ്പെടുമ്പോഴത്തേക്ക് ആ നോവലിൽ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടാകുക എന്നുള്ളത്, അത് പറയാനാണ് പ്രത്യേകമായിട്ടും ഈ അവസാനത്തെ 3 എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോ ലെസണിലൂടെ ഇത്രയും മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ലിറ്ററേച്ചറുമായി ബന്ധമുള്ള ഒരു ലിറ്ററേച്ചറും ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെക്ഷൻ ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വായിക്കേണ്ട കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വായിക്കുക തന്നെ ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ഈ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിനെ PPT ആക്കിയിരിക്കുന്നത്. അപ്പൊ ഈ PPTയിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നിങ്ങൾ എടുത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിലൂടെ ഒന്നുകൂടെ ഒന്ന് വായിച്ചു പോയാലും മതി.
അപ്പൊ ഇത്ര നേരം എന്നോടൊപ്പം വരുന്നതിന് താങ്ക് യു സോ മച്ച്. ഇതിന്റെ അവസാനത്തെ ഭാഗം, മൂന്നാമത്തെ മൊഡ്യൂളിന്റെ അവസാനത്തെ ഭാഗം ഞാൻ ഈ വരുന്ന ആഴ്ചയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്.